പൂഞ്ഞാർ മണ്ഡലത്തിൽ അലോഷ്യസ് സേവ്യറിനെതിരെ വീണ്ടും പോസ്റ്റർ. ഇറക്കുമതി സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ വേണ്ട എന്നും സ്വന്തം നാട്ടിൽ മത്സരിക്കട്ടെ എന്നും പോസ്റ്ററിൽ പറയുന്നു. ഈരാറ്റുപേട്ട നഗരത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, എന്തുകൊണ്ടാണ് അലോഷ്യസിനോട് ഈ എതിർപ്പുണ്ടാകുന്നത്? മധു, ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരു പേന കൊണ്ടൊക്കെ അല്ലെങ്കിൽ സ്കെച്ച് കൊണ്ട് എഴുതിയ ഒരു പോസ്റ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തവണ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് അലോഷ്യസ് സേവ്യറിനെതിരെ പ്രത്യക്ഷപ്പെടുന്നതാണ്. കൃത്യമായ എതിർപ്പ് വലിയ രീതിയിൽ വിയോജിപ്പ് മണ്ഡലത്തിലുടനീളം ഉണ്ടാകുന്നു, പല സ്ഥലങ്ങളും ഉണ്ടാകുന്നു. നേരത്തെ തിടനാടായിരുന്നെങ്കിൽ ഇത് പൂഞ്ഞാർ ഈരാറ്റുപേട്ടയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇറക്കുമതി സ്ഥാനാർത്ഥികൾ പൂഞ്ഞാറിൽ വേണ്ട, അലോഷ്യസ് സേവ്യർ സ്വന്തം നാട്ടിൽ മത്സരിച്ചോട്ടെ, സ്വന്തം നാട്ടുകാർക്ക് പോലും വേണ്ടാത്ത സ്ഥാനാർത്ഥിയാണ് അലോഷ്യസ് സേവ്യർ എന്നാണ് പറഞ്ഞു. ഒപ്പം ഇത്തവണ അലോഷ്യസ് സേവ്യറിന് മാത്രമല്ല പരിഗണിക്കുന്ന സജി ജോസഫ് ഉണ്ട്, സജി ജോസഫിനെതിരെയും ഉണ്ട്. അതിൽ ബാങ്ക് കൊള്ളക്കാരായ സജി ജോസഫിന് വേണ്ട എന്നുള്ളതാണ്. ഇതൊരു പേയ്മെന്റ് സീറ്റാണ് എന്ന തരത്തിൽ പോലുള്ള പ്രതികരണങ്ങൾ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രാദേശികമായിട്ടുള്ള പല ഗ്രൂപ്പുകളിലും കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം ഈ കൊണ്ടുവരുന്നവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നല്ല സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പുറത്തേക്ക് പോകുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ വ്യാപകമായി പലയിടത്തും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ അലോഷ്യസ് സേവ്യറിനെ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അലോഷ്യസിന്റെ പേരുകൾ വന്നിരുന്നില്ല. ഇന്ന് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അലോഷ്യസിനെ കൂടി മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കൊക്കെ പോകുന്നു. ജില്ലയിൽ തന്നെ, അതായത് ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ടോമി കല്ലാനി, വസന്ത ദേഗംപള്ളി തുടങ്ങിയ പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നതാണ്. ആ പേരുകൾക്കിടയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അലോഷ്യസിനെ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്നത്. അതിലെ കൃത്യമായ വിയോജിപ്പ് അത് ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ നേതാക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അവരുടെ അനുയായികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ആവാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിലൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വലിയ പ്രതിഷേധം അലോഷ്യസിനെതിരെ ഉണ്ടാകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പോലും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വന്നിട്ടില്ല, പരിഗണന മാത്രമാണ് ഉണ്ടാകുന്നത്. അതിൽ പോലും വലിയ എതിർപ്പ് അലോഷ്യസിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ഘട്ടത്തിൽ അലോഷ്യസിന്റെ പേര് ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലും വലിയ പൊട്ടിത്തെറികൾ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ അത്ഭുതമൊന്നും ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിലേക്ക് തന്നെ സൂചിപ്പിക്കുന്ന അത്ര വലിയ അത്ഭുതപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം അലോഷ്യസ് സേവ്യറിന്റെ പേര് പരിഗണിക്കുമ്പോൾ തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഒരു എഴുത്തു പോസ്റ്റർ ആയിരുന്നെങ്കിൽ ഇത്തവണ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെയുള്ള പോസ്റ്ററാണ്. അതായത് അലോഷ്യസ് നാട്ടുകാർ, സ്വന്തം നാടിന് പോലും വേണ്ടാത്ത സ്ഥാനാർത്ഥിയെ പൂഞ്ഞാറിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെക്കേണ്ട എന്നുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. മാധു, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്. അലോഷ്യസ് സേവ്യറിനെതിരെ പൂഞ്ഞാറിൽ ഇപ്പോൾ പോസ്റ്ററുകൾ തന്നെ പതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.